ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി ബീറ്റ്റൂട്ട് അച്ചാർ ഉണ്ടാക്കി നോക്കാം. ഇത് നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുത്തിട്ടുണ്ടാക്കുന്ന ഒരു അച്ചാറാണ്. ഒരു 2 കിലോ ബീറ്റ്റൂട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ വഴറ്റി ചേർക്കാൻ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാക്കി അരിഞ്ഞു വെച്ച ബീറ്റ്റൂട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരല്പം സമയം വേണ്ടി വരും ഇതിനായിട്ട്. ആ ബീറ്റ്റൂട്ട് അരിഞ്ഞു വെച്ചത് അതിൻ്റെ പകുതി ഞാൻ എണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇങ്ങനെ ബീറ്റ്റൂട്ട് അച്ചാർ ഉണ്ടാക്കിയാൽ നമുക്കൊരു മധുരമൊന്നും ഫീൽ ചെയ്യല. നല്ലൊരു സ്വാദാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ. ഒരു അല്പം കൂടി ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. പെട്ടെന്ന് പൂപ്പൽ വരുവൊന്നുമില്ല. ഈ ബീറ്റ്റൂട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇതധികം എണ്ണ കുടിക്കുമൊന്നുമില്ല. ഞാൻ അധികം എണ്ണ ഒഴിച്ചിട്ടില്ല. ഒരു 200 മില്ലി എണ്ണ ഇതിനാകെ ചിലവായിട്ടുള്ളൂ. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അതിൻ്റെ വെള്ളമൊക്കെ ഒരല്പം വലിഞ്ഞു കഴിയുമ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. തളർന്ന് വരും. ഇത് നമ്മൾ അരിഞ്ഞു വെച്ചതിൻ്റെ 1/3 പോലും കാണിയല്ലേ വഴറ്റി കഴിയുമ്പം. അത് കോരി മാറ്റി അതിലേക്ക് ബാക്കിയുള്ള ആ എണ്ണയിലേക്ക് ബാക്കിയുള്ള ബീറ്റ്റൂട്ടും കൂടെ ഞാനൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇതേപോലെ നല്ല ബ്ലാക്ക് കളറായിട്ട് വരും ഇത് വഴറ്റിയെടുത്ത് വെച്ച് കഴിയുമ്പം. ആ ബാക്കി വന്ന എണ്ണയിലേക്ക് ഒരല്പം നല്ലെണ്ണ കൂടി ഞാൻ ഒഴിക്കുവാണ്. അത് ചൂടായ ശേഷം 2 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. ആ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ ഒന്ന് ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഇട്ട് കൊടുക്കാം, പച്ചമുളകും കൂടെ. ഒത്തിരി മൊരിഞ്ഞു പോകണ്ട. വെളുത്തുള്ളി ഒന്ന് കളർ മാറി വരുന്ന ആ സ്റ്റേജിൽ കറിവേപ്പില ഇട്ട് ബാക്കി അച്ചാർ പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. നല്ലെണ്ണ ചേർത്തത് കൊണ്ടാണ് ഇത് പതഞ്ഞു വരുന്നത് കേട്ടോ. ഇനി ആ കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്കതിലേക്ക് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള അച്ചാർ പൊടി ഞാൻ ഈ തവിക്കകത്ത് ഒരു തവി ഫുള്ള് ചേർത്തിട്ടുണ്ട്. അച്ചാർ പൊടി മൂത്ത് ഒരു 2.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ആ വിനാഗിരി തിളച്ച് എണ്ണ തെളിഞ്ഞു വരുമ്പം നമുക്ക് വഴറ്റി വെച്ച ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം. 2 കിലോ ബീറ്റ്റൂട്ട് നമ്മൾ വഴറ്റി കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു ഗ്രേവിയോട് കൂടിയ അച്ചാറല്ല കേട്ടോ. വളരെ ടേസ്റ്റുള്ള അച്ചാറാണിത് കഴിക്കാൻ. ഒരു 2 മാസമൊക്കെ കേടാകാതെ ഇതിരിക്കും. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അതുപോലെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കണ്ടിട്ട് പോകുമ്പം ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.